BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തില്ല. മൊഴിയെടുക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. നിതിന്റെ 2 സഹോദരിമാരടക്കമുള്ള ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അച്ഛൻ രാജന്റെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, കുടുംബാംഗങ്ങളെ കണ്ടു. കുടുംബാംഗങ്ങൾ അല്പം മുമ്പ് DGPയെയും കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. ഈ മൊഴിയെടുക്കൽ അമ്മയെ തൽക്കാലം ഇന്ന് മൊഴിയെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അതിനുള്ള മാനസികാവസ്ഥയല്ല എന്ന്. എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച മൊഴിയെടുക്കൽ ഇപ്പോൾ 4.5 മണിക്കൂറുകൾ പിന്നിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛൻ്റെ മൊഴിയെടുക്കലും പൂർത്തിയായിരുന്നു. നിലവിൽ അയൽവാസികളുടെ മൊഴിയെടുക്കലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ കുടുംബം താമസിക്കുന്ന വാടക വീട്ടിലാണ്. ആ വാടക വീടിന് തൊട്ട് സമീപത്തായി 2 വീടുകളുണ്ട്. ഒന്ന് ഈ വീടിൻ്റെ ഉടമയുടെയും ഒപ്പം തന്നെ ആ ഉടമയുടെ സഹോദരൻ്റെ വീടുമാണുള്ളത്. ഈ 2 വീടുകളിലെയും ആൾക്കാരുടെ മൊഴിയെടുക്കൽ നടപടിക്രമങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നിതിൻ രാജിൻ്റെ അച്ഛൻ പ്രതികരിക്കുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കുടുംബം ആരോപിക്കുന്നത് ഈ കോളേജിൽ നിന്ന് നിതിൻ രാജിന് മാനസികമായി പീഡനത്തിനിരയാകേണ്ടി വന്നു. ഒപ്പം തന്നെ ജാതി അധിക്ഷേപം, നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപമൊക്കെ വലിയ മനോവിഷമങ്ങൾക്ക് കാരണമായി. ഈ മനോവിഷമങ്ങൾ നിരന്തരമായി അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും കുടുംബാംഗങ്ങളോട് പങ്കുവയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യം സഹപാഠികൾക്കൊക്കെ അറിയാമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നിതിൻ രാജിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കൃത്യമായ അന്വേഷണം വേണം. മകൻ എന്താണ് സംഭവിച്ചതെന്ന് പുറം ലോകം അറിയണമെന്നാണ് കുടുംബം പറയുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് സഹോദരി, ഭർത്താവും അടുത്ത ബന്ധുവും സംസ്ഥാന പോലീസ് മേധാവിക്കടുത്തെത്തി ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കും. ഒപ്പം തന്നെ ലോൺ ആപ്പിൻ്റെ വിഷയത്തിലും കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം. തങ്ങളുടെ മകൻ്റെ മരണത്തിൽ ഈ ലോൺ ആപ്പ് നിന്നെടുത്ത വായ്പ കാരണമല്ല എന്ന് കുടുംബം ആവർത്തിച്ചു പറയുന്നുണ്ട്. ലോൺ എടുത്ത വിവരം കുടുംബത്തിന് അറിയാമായിരുന്നു. 14,000 രൂപയാണ് ലോൺ എടുത്തത്. അത് കുടുംബത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് എടുത്തത്. അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ലോൺ എടുത്തത്. അത് കൃത്യമായി അടച്ചിരുന്നു. പിതാവ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അടയ്ക്കുന്നതിനൊക്കെ തുക നൽകിയിരുന്നതെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ളൊരു മരണത്തിന് പിന്നിലുള്ള കാരണം ഇതല്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ 5ാം നിലയിലേക്ക് ഓടിച്ചു കയറ്റിയതിന് പിന്നിൽ ആരോ ഉണ്ട്. അത് ആരാണെന്ന് തിരിച്ചറിയണം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതലെടുത്ത് പരിശോധിക്കണം. അധ്യാപകരുടെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള അന്വേഷണം വേണം. നിലവിൽ 2 അധ്യാപകരെ മാത്രം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നടപടി പൂർണ്ണമല്ല എന്നുകൂടി കുടുംബം പറയുന്നുണ്ട്. മറ്റൊരു അധ്യാപിക ലതയ്ക്ക് നേരെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കമൽ എന്നൊരാൾക്കെതിരെയും ഈ 2 പേർക്കെതിരെയും നടപടി വേണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിലവിലെ അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമില്ലെന്നും കുടുംബം പറയുമ്പോൾ പോലും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് പ്രത്യേക അന്വേഷണത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം കൂടുതൽ സുതാര്യമാക്കിയും വസ്തുനിഷ്ഠമാക്കിയും നടപ്പാക്കണമെന്ന് കൂടി കുടുംബം ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഈ മൊഴി എടുക്കലും അതുപോലെ തന്നെ രേഖപ്പെടുത്തലും അടക്കമുള്ള നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. അവിടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. നിതിൻ രാജിൻ്റെ അമ്മയുടെ മൊഴി ഇന്നെടുക്കില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.